നമുക്ക് പാലക്കാട് നഗരസഭയിലെ വിശേഷങ്ങളിൽ നിന്ന് തന്നെ തുടങ്ങാം. പാലക്കാട് നഗരസഭയിൽ സ്ഥാനാർത്ഥികളെയൊക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നണികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. പലയിടങ്ങളിലും പൊട്ടിത്തെറികളുണ്ട്. ബി.ജെ.പിയുടെ പൂർണ്ണ ലിസ്റ്റ് പക്ഷേ നാളെയോടുകൂടി വരും. കോൺഗ്രസിന്റെ 42 വാർഡുകളിൽ 14 മാത്രമാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. ബാക്കി സ്ഥാനാർത്ഥികൾ എവിടെ എന്നൊരു ചോദ്യമുണ്ട്. 28 പേരെ കാണാനില്ല, 28 പേരെ പ്രഖ്യാപിച്ചിട്ടില്ല. ഉടൻ പ്രഖ്യാപിക്കുമെന്നറിയുന്നു. പക്ഷേ നേതാക്കൾക്ക് അതൃപ്തിയുണ്ട്. ചില നേതാക്കൾ പറയുന്നത് ഒരു മുതിർന്ന നേതാവ് ഇടപെട്ട് 6 ഇടങ്ങളിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഇടപെട്ടിട്ടുണ്ടെന്നാണ്, പ്രഖ്യാപനം തടഞ്ഞിട്ടുണ്ട് എന്നാണ്. ഇക്ബാൽ ഇറക്കലുണ്ട് നമുക്കിപ്പം. ഇക്ബാൽ, പാലക്കാട് എന്താ പ്രശ്നം കോൺഗ്രസുകാർക്കിടയിൽ? പാലക്കാട് കോൺഗ്രസ് ഇപ്പോൾ ഏതായാലും ലക്ഷ്യം വെക്കുന്നത് എങ്ങനെയെങ്കിലും ബി.ജെ.പിയിൽ നിന്ന് അവർക്ക് 3ാം ഭരണം നൽകാതെ നഗരസഭാ ഭരണം പിടിച്ചെടുക്കുക എന്നുള്ളതാണ്. പക്ഷേ കോൺഗ്രസിനകത്ത് വലിയ രീതിയിൽ വിഭാഗതയുണ്ട്, തമ്മിലടിയുണ്ട്. അത് പ്രകടമാവുന്നത് ഈ വാർഡുകളിലെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ നോക്കുമ്പോഴാണ്. ഇതുവരെയും ഒരു വാർഡിൽ നിന്ന് ഒരു പേര് വന്നിട്ട് പോലും അവർക്ക് 14 വാർഡുകളിൽ മാത്രമാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇന്നലെ രാത്രിയോടുകൂടി നടത്താൻ കഴിഞ്ഞിട്ടുള്ളത്. ഇനിയും പല വാർഡുകളിലും ഒറ്റപ്പേര് നിൽക്കുന്നുണ്ട്. പക്ഷെ ആ വാർഡുകളിൽ പ്രഖ്യാപിക്കാൻ ചില നേതാക്കൾ അനുവദിക്കുന്നില്ല എന്നതാണ് കോൺഗ്രസിന്റെ അകത്തുനിന്ന് തന്നെ ലഭ്യമാവുന്ന വിവരം. ബ്ലോക്ക് പ്രസിഡന്റ് അതുപോലെ തന്നെ മണ്ഡലം പ്രസിഡന്റുമാർക്ക് ഉൾപ്പെടെ ഈ വിഷയത്തിൽ കടുത്ത അതൃപ്തിയുണ്ട്. അവർ ഇന്നലെ തന്നെ DCC നേതൃത്വത്തോട് ഈ വിഷയങ്ങൾ അറിയിച്ചിരുന്നു. ഇങ്ങനെ മുതിർന്ന നേതാക്കൾ അനാവശ്യമായി വിഭാഗീയതയുടെ ഭാഗമായാണ് ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനങ്ങൾ നീട്ടിക്കൊണ്ടുപോകുന്നത്. ഇനി അത് അനുവദിക്കാൻ പാടില്ല. എത്രയും പെട്ടെന്ന് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തണം. കാരണം പ്രചരണത്തിന് വലിയ സമയങ്ങളില്ല. ബി.ജെ.പി ആണെങ്കിൽ പാലക്കാട് നഗരസഭയിൽ അവർ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയില്ലെന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി അവരുടെ പ്രചരണ പരിപാടികളെല്ലാം വലിയ രീതിയിൽ നടത്തിക്കൊണ്ടുപോകണം. അപ്പോൾ ഇനിയും സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകിയാൽ അത് വലിയ രീതിയിൽ തിരിച്ചടിയാവുമെന്നാണ് കോൺഗ്രസ് നേതാക്കളെ വിലയിരുത്തുന്നത്. 42-ൽ 14 പേരെ മാത്രമേ അതായത് 53 വാർഡുകളാണ് ഉള്ളത്. അതിൽ തന്നെ കോൺഗ്രസ് മത്സരിക്കുന്നത് 42ആണ്. ബാക്കി 10 വാർഡുകളിൽ മുസ്ലിം ലീഗും ഒരു വാർഡ് നാഷണൽ ജനതാദളിനാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ 14 വാർഡുകളിൽ ഇപ്പോൾ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ വാർഡ് 2, 3, 13, 11 ഇവിടേക്കും ഒരു വാർഡിൽ ആ വാർഡുകളിൽ നിന്നെല്ലാം ഒരു സ്ഥാനാർത്ഥിയുടെ പേര് മാത്രമേ വന്നിട്ടുള്ളൂ. പക്ഷെ അവിടെയൊന്നും കൃത്യമായി സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടന്നിട്ടില്ല എന്നുള്ളതാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. അവർക്ക് കടുത്ത അതൃപ്തിയുണ്ട് ആ വിഷയത്തിൽ. എത്രയും പെട്ടെന്ന് ഈ മുതിർന്ന നേതാക്കളെ വാശി ഒഴിവാക്കണം, വിഭാഗീയത മാറ്റി നിർത്തണം. തീർച്ചയായിട്ടും കോൺഗ്രസ് ഒറ്റക്കെട്ടായിട്ട് തന്നെ മുന്നേറുക. ബി.ജെ.പിക്ക് ശക്തമായ പ്രതിരോധം തീർക്കുന്നത് കോൺഗ്രസ് ആണ്. ഒപ്പം തന്നെ ഇടതുമുന്നണിയുമുണ്ട്. തീമാറുന്ന പോരാട്ടമായിരിക്കും പാലക്കാട്.